എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനതയിൽ ഡയബറ്റീസ് ഇത്ര അധികമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ എല്ലാം മനസ്സിൽ വന്നു കാണണം. നമ്മളുടെ ലാക്ക് ഓഫ് എക്സസൈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ്. പിന്നെ നമ്മുടെ സ്റ്റേപ്പിൾ അല്ലെ, ഇത് പറയാൻ തുടങ്ങുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം നമ്മൾ ചോറാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. യെസ്, അതൊരു വലിയ കാരണമാണ്. മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആണ്. പണ്ടത്തെ പോലെ പുഞ്ചേരി ചോറോ അല്ലെങ്കിൽ ആ റെഡ് റൈസ്, ബ്രൗൺ റൈസ് എന്നുള്ള സംഭവമേ നമുക്ക് ഇപ്പം കൂടുതൽ കാണപ്പെടാറില്ല. എല്ലാവരും പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് ആണ് യൂസ് ചെയ്യുക. നമ്മളുടെ ഇന്ത്യയിലെ മെഡിസിൻസിൻ്റെ ഇൻടേക്കിൽ ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അക്രോസ് ദ കൗണ്ടർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റഡീസ് പറയുന്ന ഏറ്റവും അധികം അതിൻ്റെ ഉപഭോക്താക്കളുള്ള കേരളത്തിലാണ്. അപ്പം ഇതും വൺ ഓഫ് ദ റീസൺസ് ആണ്. ഒരു കാലത്ത് ശരിക്കും എന്താ പറയുക, ഹെൽത്തിൻ്റെ ക്യാപിറ്റൽ, ഹെൽത്ത് കൺസേൺസിൽ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സിൽ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് മൽപ്പിടുത്തം പിടിച്ച ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. എന്നാൽ ഇന്ന് ശരിക്കും അതൊരു ഡയബറ്റിക് ക്യാപിറ്റലായി മാറുമോ എന്നുള്ള രീതിയിലുള്ളൊരു കോമ്പറ്റീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനതയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്, ഡയബറ്റീസ് ഇത്ര അധികമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ എല്ലാം മനസ്സിൽ വന്നു കാണണം. അപ്പം പല കാരണങ്ങളുണ്ട് ഇതിൽ. ഏറ്റവും ആദ്യത്തേത് നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസൃതമായ ഒരു ജീവിതശൈലിയാണ് കേരളൈറ്റ്സ് അല്ലെങ്കിൽ മലയാളികൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളുടെ ജീവിത രീതികൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും നമ്മൾ ടോട്ടലി മെക്കനൈസ്ഡ് ആയിപ്പോയി. അതായത് മെക്കാനിക്കലായിട്ട് മെഷീനറിയുടെ യൂസോടെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സഹായത്തിലല്ലാതെ നമ്മളാരും പല ജോലികളും ചെയ്യാണ്ടായി. അപ്പോൾ നമ്മളുടെ ലാക്ക് ഓഫ് എക്സസൈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ്. പിന്നെ നമ്മുടെ സ്റ്റേപ്പിൾ അല്ലെ, ഇത് പറയാൻ തുടങ്ങുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം നമ്മൾ ചോറാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. യെസ്, അതൊരു വലിയ കാരണമാണ്. മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആണ്. ചോറില്ലാതെ, അതും പണ്ടത്തെ പോലെ പുഞ്ചേരി ചോറോ അല്ലെങ്കിൽ ആ റെഡ് റൈസ്, ബ്രൗൺ റൈസ് എന്നുള്ള സംഭവമേ നമുക്ക് ഇപ്പം കൂടുതൽ കാണപ്പെടാറില്ല. എല്ലാവരും പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ, റിഫൈൻഡ് അരിപ്പൊടി, റെഡിമെയ്ഡ് എന്താ പറയുക സാധനങ്ങളെല്ലാമാണ് നമ്മൾ മേടിക്കുന്നത്. പലപ്പോഴും ഈവൻ ഇടിയപ്പം പോലും റെഡിമെയ്ഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിയ പ്രോസസ്സിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പ്രോസസ്സസിലൂടെ. അപ്പോൾ ഇത്തരത്തിലെ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കാൻ തുടങ്ങി. അതുകൂടാതെ നമ്മുടെ നാച്ചുറൽ ഫുഡ് പാറ്റേണിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജങ്ക് ഫുഡിനോടുള്ള ഡിപ്പെൻഡൻസ്, ഈ മിഡിൽ ഈസ്റ്റിലേക്ക് പോയ ഒരു വലിയ കാറ്റഗറി ഓഫ് ഇന്ത്യൻസ് കേരളൈറ്റ്സ് അല്ലെങ്കിൽ മലയാളികളായതുകൊണ്ട് തന്നെ അവിടുത്തെ കൾച്ചർ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന് മിങ്കിൾ ചെയ്തതും അതിലേക്കുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ കാരണങ്ങളും കൂടി ചേർന്ന് പ്ലസ് ലാക്ക് ഓഫ് എക്സസൈസ് വന്നു. പിന്നെ നമുക്ക് അതും ഒരു അതിശയിക്കുന്ന ഒരു ഫാക്റ്റാണ്. നമ്മളുടെ ഇന്ത്യയിലെ മെഡിസിൻസിൻ്റെ ഇൻടേക്കിൽ ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അക്രോസ് ദ കൗണ്ടർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റഡീസ് പറയുന്ന ഏറ്റവും അധികം അതിൻ്റെ ഉപഭോക്താക്കളുള്ള കേരളത്തിലാണ്. അപ്പം ഇതും വൺ ഓഫ് ദ റീസൺസ് ആണ് എന്തുകൊണ്ട് മലയാളികളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അളവ് കൂടി വരികയും ഡയാലിസിസ് സെൻറ്റേഴ്സിൻ്റെ എന്താ പറയുക ആവശ്യകത കൂടി വരികയും ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മുടെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ മലയാളികളിൽ ഏറ്റവും കൂടുതൽ വർക്ക് പാറ്റേൺ വരുന്നത് ഒരു IT ഫീൽഡിലേക്കാണ്. മിക്കവരും വർക്ക് ഫ്രം ഹോം ആണ്. അല്ലെങ്കിൽ ഈവൻ ഇൻ ദ ഓഫീസസ് അവർ ഒരിടത്ത് ഇങ്ങനെ സെഡൻറ്ററി ആയിട്ട് ഇരുന്നുള്ളൊരു വർക്കിംഗ് പോസ്ചറാണ്. അതുകൂടാതെ ആ സിക്കാർഡിയൻ സൈക്കിൾ തന്നെ മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ സെക്ട് ഓഫ് നമ്മുടെ യൂത്തിൻ്റെ ഉറങ്ങുന്ന ശീലങ്ങൾ, ലൈക്ക് ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണപ്പെടുന്നത് പോലെ ഒരു 12-1 o'clock വരെ അവർ ടോട്ടലി ഓൺ ആണ്. അത് കഴിഞ്ഞ് അവർ ഉറങ്ങുന്നു. പിന്നെ അവർ ഉണർന്നു വരുമ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ഒരു 11 o'clock ഒക്കെ ആവും. അപ്പം അത്തരത്തിലെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു വലിയ മാറ്റം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇൻടേക്കിൻ്റെ ടൈമിങ്സ് മാറ്റുന്നു, പാറ്റേൺ മാറ്റുന്നു. ഇപ്പം നമ്മൾ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റുകളേ ഇല്ലാതെ ഏതെങ്കിലും സമയത്ത് കഴിച്ചു പോകുന്ന ഒരു ശീലത്തിലേക്ക് നമ്മളുടെ ഒരു വലിയൊരു പോപ്പുലേഷൻ വന്നു ചേരുകയാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളിൽ നമ്മൾ ഈ ജങ്ക് ഫുഡിനോടുള്ള ഒരു അമിതമായ ഒരു അടുപ്പം
ഇപ്പം നമുക്ക് തന്നെ അറിയാം കുറേ ബ്രാൻഡ്സ്, ഫോറിൻ ബ്രാൻഡ്സ് പോലും ഏറ്റവും അധികം പ്രചാരം നേടുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം. അപ്പം ഇതെല്ലാം മലയാളികളുടെ ഇടയിലേക്ക് ഈ ഒരു ഡിസീസിൻ്റെ വൈഡ് സ്പ്രെഡ് വരുത്താനായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ വലിയൊരു ഫാക്ടർ വേറെ ഒന്നുകൂടെ ഉണ്ട്. അതായത് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളുടെ കേരളൈറ്റ്സ് അല്ലെങ്കിൽ മലയാളി ജനത. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലാബ് സ്ട്രക്ചറും ഇൻഫ്രാസ്ട്രക്ചറും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളരെ മുന്നോട്ട് പോയിരിക്കണം, ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡയഗ്നോസിസും ഈവൻ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പോലും നമുക്ക് ഏർലി ഡയഗ്നോസിസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാരണമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഡയബറ്റീസ് വളരെ കൂടുതലാണ് എന്ന് പറയപ്പെടാനുള്ളൊരു കാരണമായിരിക്കാം. എന്നാലും അങ്ങനെ ഒരു കാരണത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, ഫുഡ് ഹാബിറ്റ്സിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ നമ്മളുടെ സിക്കാഡിയൻ സൈക്കിൾ തന്നെ മാറിപ്പോയ ഒരു അവസ്ഥ. റൈസിൽ നിന്നും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ റൈസിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്, പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും അതിന് കൂടെ ഉണ്ടായിരുന്ന പഴയ രീതിയിലുള്ള പല ഭക്ഷണ സാധനങ്ങളും നമ്മളിപ്പോൾ ടോട്ടലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഈസി ഈറ്റിംഗ് ആൻഡ് ഈസി വർക്കിംഗ് എന്നുള്ളൊരു രീതിയിലേക്ക് പോയത് കൊണ്ടായിരിക്കണം നമ്മുടെ ഇടയിൽ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മുടെ കേരളം ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് നിൽക്കുന്നത്.